ആമി ഉറങ്ങിയോ? ഉറങ്ങി. തെയ്യത്തിന് പോകണമെന്ന് നിർബന്ധമുണ്ടോ? എന്താടോ, ഇത് ഭക്തിൻ്റെ വിഷയമല്ല എന്ന് എനിക്കറിഞ്ഞൂടെ? ഞാനിവിടെ ഉള്ളപ്പോൾ അത് മുടക്കിയിട്ടില്ല. അറിഞ്ഞോണ്ട് ഇനി ഒരു ആപത്ത് വിളിച്ചു വരുത്തണോ? ഒന്നിപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു വാർത്ത നീ ആദ്യമായിട്ടാണ് കാണുന്നത്? നമ്മുടെ ഈ സ്ട്രഗിള് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മളിതിൻ്റെ ഭാഗമല്ലേ. പിന്നെ ഭീഷണി, അതിനെ അതിജീവിക്കലല്ലേ വേണ്ടത്, അല്ലാണ്ട് ഒളിച്ചോടല. ഇങ്ങനെ എത്ര കാലാന്ന്? നീ എന്തെന്ന് ഇങ്ങനെ പറയുന്നു? രാഷ്ട്രീയമായി ഇതൊരു വിജയാവസരമാണ്. എനക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അതായത് ഇങ്ങളെ തന്നെ ആരാധിക്കുന്നത് തുടരുമെന്നർത്ഥം. എന്താ, അങ്ങനെയല്ലേ? നിങ്ങൾ 6 പേർക്കാണ് നൈറ്റ് ഡ്യൂട്ടി. പ്രൊട്ടക്ഷൻ വിങ്ങിൻ്റെ കാര്യം മുകുന്ദൻ അറിഞ്ഞിട്ടില്ല, അറിയിക്കുന്നുമില്ല. ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. എന്ത് സംശയം ഉണ്ടായാലും സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഓക്കെ ഗൈസ്. അയ്യപ്പദാസ് സർ, സഖാവിൻ്റെ ഗവൺമെൻറ് പോസ്റ്റ് മാറുന്ന കാര്യം SP കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? യെസ് സർ. എന്നിട്ട് എന്തായി? സർ, തീയതിൻ്റെ ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഇലക്ഷൻ വരെ സമയമുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. ശരിക്കും 2 പേരെ പോസ്റ്റ് ചെയ്ത് ടേണായി ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റിന് അധികം ചെലവ് വരുമെന്ന് പറഞ്ഞ് സഖാവ് തന്നെയാണ് അത് തള്ളിയത്. എനിവേ, നമുക്ക് നോക്കാം. സർ. പിന്നെ സർ, പുറത്ത് തനിക്കൊരു വിസിറ്ററുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് എന്നെ കാണണ്ടാന്ന് വെച്ചത് ഈ ഒരു കൂടിക്കാഴ്ച മുകുന്ദൻ അറിയണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നോട് ഗൺമാൻ പോസ്റ്റിൽ നിന്ന് മാറാൻ പറഞ്ഞത് നീ ഗൗരവമാക്കി എടുത്തിട്ടില്ല. അത് വിട്. അപ്പം അറിയാലോ, ഡിസംബർ 6 തെയ്യാന്ന്. അന്നാടെ പ്രശ്നങ്ങളുണ്ടാന്ന് പറയുന്നു. മുകുന്ദൻ്റെ ഭാര്യ അനിത എന്നെ ഒന്ന് കണ്ടിനേനു. അന്നൊരാക്രമണം അവർ ഭയക്കുന്നുണ്ട്. അങ്ങനെയൊന്നുണ്ടായാൽ അത് പാർട്ടിക്ക് ക്ഷീണാന്ന്. ഇത് നല്ലൊരവസരമാണെന്ന് എതിർ പാർട്ടിക്കാർ കരുതുന്നുണ്ടാവും. കരുതട്ടെ. പക്ഷെ ഒരു കാരണവശാലും മുകുന്ദൻ തെയ്യത്തിന് വരാണ്ടിരിക്കരുത്. ഈ പാർട്ടി ഒരാളുടെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കിയ ചരിത്രമില്ല. കുറച്ച് മൊബൈൽ നമ്പറുകൾ, എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിന് പുറത്ത് എനിക്ക് ഇവരെ വിളിക്കാം. നമ്മുടെ പാർട്ടിക്കാരാണ്. സഖാവിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? വേണം. എന്നാ പോയിക്കോ. 2 ശത്രുക്കൾ, ഒരാൾ ഇരുട്ടിൽ, മറ്റേയാൾ വെളിച്ചത്തിൽ. എല്ലാവരുടെയും ലക്ഷ്യത്തെ ദിവസം ഇവരിൽ ആരെങ്കിലും ഒരാൾ അത് ചിലപ്പോൾ കൃത്യമായി ചെയ്യും, അല്ലേ? നീ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പോലീസിലൊക്കെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സത്യം ഞാൻ വഴി ലോകം അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും അവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. നീ വിഷമിക്കണ്ട, എല്ലാവരും ഇറങ്ങട്ടടാ. ഒന്നും സംഭവിക്കില്ല. നീ നോക്കിക്കോ, ഗോപിനാഥനും ദാമോദരൻ മാഷിനും ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. എനിക്കറിയോ, നമ്മളെ കണ്ണൂരുകാർ കണ്ണിൽ കാണുന്ന ദൈവത്തെയും, നേരുള്ള ദൈവം, വിളിച്ചാ വിളിപ്പുറത്ത് വരുന്ന ദൈവം, ആ ദൈവം എന്നെ കൈവിടൂല. നീ മനസ്സറിഞ്ഞ് വിളിച്ചോ. ധൈര്യമായിട്ടിരിക്കടാ.
എന്നാപ്പാ ആ മൂന്നട്ടാ നേരത്തെ പോകുന്നു. ചാമുണ്ടി ഇറങ്ങുന്ന മുമ്പ് തിരിച്ചു വരാന്ന് വെച്ചിട്ടാ. മൂന്നേട്ടാ വരുന്നേ. ഇതിലോട്ടാ എവിടെയാ? ചമയപ്പുരയുടെ അടുത്തുണ്ട്. രഘുവിനാണോ? സഖാവ് എവിടെയാ? ചാമക്കഞ്ഞി ഓടിക്കുക. വെള്ളാട്ടം കഴിഞ്ഞ് 11 മണിക്ക് മടിയിൽ ചാമുണ്ടി ഇറങ്ങും. നീ സഖാവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ബൈ. രഘുവിനെ നോയിക്കോണേ. നീ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. സാർ നമുക്ക് ഇറങ്ങിയാലോ? ചാമുണ്ടി ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. സാർ എസ് പിയുടെ പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്.